ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ ഫിസിക്സിന്റെ പാർട്ട് 2 ആയ അതായത് ചാപ്റ്റർ 13th ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ചാപ്റ്റർ 13th എന്ന് നോക്കാം അല്ലെ. എന്താണ് നമ്മുടെ ചാപ്റ്റർ 13th? ചാപ്റ്റർ 13th എന്ന് പറയുന്നത് എന്താണ്? ഓസിലേഷൻസ് ആണ്. ഓക്കെ, എന്താണ് ഓസിലേഷൻ? ഓസിലേഷൻസ്. ഓക്കെ, ഓസിലേഷൻസ് പറയുമ്പോൾ എന്താണ് ഓസിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പീരിയോഡിക് ആയിരിക്കണം. പീരിയോഡിക് മാത്രമല്ല, എന്താ, ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം അല്ലെ. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനൊരു മീൻ പൊസിഷൻ ഉണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് തുടങ്ങി മൂവ് ചെയ്യുന്നു, വീണ്ടും മീൻ പൊസിഷനിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാം? അതിനെ ഓസിലേഷൻ എന്നുള്ള രീതിക്ക് പറയാം അല്ലെ. പീരിയോഡിക് ഉണ്ടാവാം, നോൺ പീരിയോഡിക് ഉണ്ടാവാം അല്ലെ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഇൻസെക്ട്, ഓക്കെ, ഇപ്പോൾ ഒരു കൂറ അല്ലെങ്കിൽ ഒരു കോക്രോച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോവുകയാണെ. ക്ലൈംബ് ചെയ്ത് പോയിട്ട് പിന്നെ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ടേക്ക് വരുന്നു, വീണ്ടും ക്ലൈംബ് ചെയ്ത് പോകുന്നു, വീണ്ടും താഴോട്ടേക്ക് വരുന്നു, വീണ്ടും ക്ലൈംബ് ചെയ്ത് പോകുന്നു, താഴോട്ടേക്ക് വരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണിപ്പോൾ അതിന്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഗ്രൗണ്ട്, അതൊരു തുടക്കത്തിൽ എന്താണ് 0 എന്ന പൊസിഷനിലേക്ക് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. പിന്നെ അതെന്തായി മൂവ് ചെയ്ത് ഒരു പൊസിഷനിലേക്ക് പോയി, വീണ്ടും 0ലേക്ക് വരുന്നു, വീണ്ടും പോയി, വീണ്ടും 0ലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു രീതിക്കാണ് അല്ലെ. സോ എന്തൊക്കെയാണ് അത്? വീണ്ടും എന്താണ്, ഇതൊരു ഇനീഷ്യൽ പൊസിഷനിൽ പോയിട്ട് വീണ്ടും ആ ഇനീഷ്യൽ പൊസിഷൻ എന്താണ് റിപ്പീറ്റ് ചെയ്യാണ് അല്ലെ. വീണ്ടും എന്താണ് ഇനീഷ്യൽ പൊസിഷന് റിപ്പീറ്റ് ചെയ്യാണ്. സോ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു കുട്ടി സ്റ്റെപ്പ് കയറുകയാണെന്ന് വിചാരിക്കുക അല്ലെ. സ്റ്റെപ്പ് കയറുകയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി കയറി, ഓക്കെ, നടന്നു, പിന്നെ ഇറങ്ങി, വീണ്ടും കയറി, നടന്നു, ഇറങ്ങി. ഓക്കെ, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി നടക്കുമ്പോൾ ഇറങ്ങുമ്പോഴും വീണ്ടും എന്താണ് ഒരേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരേ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി ഒരു തേർഡ് എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ചോ. നമ്മള് അതായത് ഒരു ഗെയിം കളിക്കുകയാണ്. ഈ ഗെയിമില് ഓക്കെ, ഒരു ഗെയിം കളിക്കാം. ഈ ഗെയിമിൽ ഉണ്ടല്ലോ, ഈ ഗെയിമിൽ ഒരു ബോൾ ഇങ്ങനെ എറിയാണ്. അതായത് ഞാൻ മേലെ നിന്ന് ഒരു ബോൾ എറിയുന്നു. ഓക്കെ, അത് ബൗൺസ് ചെയ്ത് വീണ്ടും പോകുന്നു, വീണ്ടും താഴെ വരുന്നു, ഇങ്ങനെ ബൗൺസ് ചെയ്ത് പോവുകയാണെ. ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളെ ഉദ്ദേശം എന്താ? ഒരു പോയിന്റിൽ നിന്നും ആ ബോളിനെ താഴോട്ടേക്ക്, റബ്ബർ ബോൾ വിചാരിക്കുക അല്ലെ. റബ്ബർ ബോൾ എറിയുമ്പം ഒരു പോയിന്റ് നിന്ന് എറിഞ്ഞിട്ട് താഴോട്ട് വരികയാണ്, വീണ്ടും എന്താണ് ബൗൺസ് ചെയ്യാണ്, താഴോട്ട് വരികയാണ്. നമ്മളിവിടെയൊക്കെ കാണുന്ന എന്താണ്? ഒരേ പ്രോസസ്സ് തന്നെ, റിപ്പീറ്റേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഈ ഒരു കാര്യത്തിലാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കണം. അതായത് ഈ സെക്ഷൻ, ഈ ഒരു തേർഡ് പോർഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് എന്താ പറയുക, ന്യൂട്ടൺസിന്റെ ഒരു ഇക്വേഷൻ കൂടെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഹൈറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ut പ്ലസ് ഹാഫ് at² അല്ലെ. ഇതിന്റെ ഒരു ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇത് എന്താണ്? ഡൗൺവേർഡ് പോകുമ്പോൾ ഉള്ള, അതായത് ഡൗൺവേർഡ് പോകുമ്പോൾ ഉള്ള അതിന്റെ ഹൈറ്റ്. ഓക്കെ, ഇനി അപ്വേർഡ് മോഷൻ ആണെങ്കിലോ? അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്കാണെങ്കിൽ എന്താവും? ഇത് ut മൈനസ് ഹാഫ് at² അല്ലേ. കാരണം ഇവിടുന്ന് മേലേന്ന് താഴോട്ടേക്ക് നമ്മൾ ഒരു ഡിറക്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ താഴ്ന്ന് മേലോട്ടേക്ക് എന്താവും? ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കും അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇക്വേഷൻ എന്താവും എഴുതാൻ പറ്റും? ഇത് അപ്വേർഡ്. ഓക്കെ, എന്താണ്? അപ്വേർഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്? ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇപ്പൊ വരച്ച് കാണിച്ചത്? ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. എപ്പം? ഒരു ടൈം, ഇന്നൊരു ടൈം ഉണ്ടല്ലോ, ഇന്നൊരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാണ്.
ആ ഒരു പെർട്ടിക്കുലർ ടൈമിനെ നമുക്ക് എന്ത് വിളിക്കാം? പീരീഡ് എന്ന് വിളിക്കാം അല്ലെ. എന്ത് വിളിക്കാം? നമുക്ക് പീരീഡ് എന്ന് വിളിക്കാം. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ, നമുക്ക് സ്കൂളിൽ നമുക്ക് ഒരു സബ്ജക്ട് ഇത്ര മണിക്കൂറായിരിക്കും അല്ലെ, നമ്മൾ അതിനെ പറയുന്നത് എന്താണ്? ഇന്ന പീരീഡ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഇത്ര ഒരു പെർട്ടിക്കുലർ ടൈമിൽ അടുത്ത സബ്ജക്ട് അല്ലെങ്കിൽ അടുത്ത സബ്ജക്ട്സ് എന്നുള്ള രീതിക്ക്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഓസിലേഷനിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ റിപ്പീറ്റേഷൻ നടക്കണം. ഓക്കെ, അത് മീൻ പൊസിഷനെ വെച്ചായിരിക്കും. എന്താണ് മീൻ പൊസിഷൻ? ഇക്വിലിബ്രിയം സംഭവം, ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള കാര്യങ്ങൾ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, ഇതിപ്പം വെറും ഒരു എന്താ പറയാ പീരിയോഡിക് മോഷൻ ആയാൽ മാത്രം പോരാ. ഓസിലേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് വെറും ഒരു പീരിയോഡിക് മോഷൻ ആയാൽ പോരാ. എന്തുകൂടാവണം? ഇതിന്റെ പോക്ക് എന്തായിരിക്കണം? ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഒരു ബോഡി ഒരു പീരിയോഡിക് മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. അപ്പൊ തന്നെ അതെന്തായിരിക്കണം എന്ന് വെച്ചാൽ അത് എന്തിനാസ്പദമാക്കിയിട്ടായിരിക്കണം? എന്തിനെ സിറ്റുവേറ്റ് ചെയ്തിട്ടായിരിക്കണം? ഇക്വിലിബ്രിയം പൊസിഷനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കണം അതിൻ്റെ എന്തെന്ന് പീരിയോഡിക് മോഷൻ നടക്കേണ്ടത്. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ഞാനൊരു ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു പെൻഡുലം എടുക്കാന്ന് വെച്ചോ. ഓക്കെ, ഞാനൊരു പെൻഡുലം എടുക്കുകയാണേ. ഈ ഒരു പെൻഡുലം, ഈ പെൻഡുലം ഫസ്റ്റ് നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതായത് എവിടെയാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അറിയോ? ബോത്ത് ഫോഴ്സസ്, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അവിടെ ഒരു ഫോഴ്സുകളും വരാത്ത രീതിക്കുള്ള പൊസിഷൻ ആയിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ നിൽക്കുമ്പോൾ എന്താണ്? എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ അതിന്റെ എന്താണ്? അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലാണ്, ആരും ഇല്ലാത്ത, അത് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു സമയത്താണ്. നെറ്റ് ഫോഴ്സ് 0 ആവുന്ന സമയത്താണ് ഇതിവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഇനി ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്ന് വെച്ചോ, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ്, ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താവും? ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, പിന്നെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലെ. ആദ്യം അങ്ങോട്ട് പോവും, പിന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇതൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആരെ പാസ് ചെയ്ത് പോകുന്നുണ്ട്? ഈ ഒരു പൊസിഷനെ, അല്ലെങ്കിൽ ആദ്യം തുടക്കമുണ്ടായ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനെ പാസ് ചെയ്തിട്ടാണ് എന്തെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകുന്നത്? ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ആ ഒരു പൊസിഷനിൽ ഒരു എന്താ പറയുക എക്സ്റ്റേണൽ ഫോഴ്സുകളും അതിനെ എന്താണ് അവിടെ ഉണ്ടാവരുത്. അത് 0 ആയിരിക്കണം. എഫ് നെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കണം? ആ ഒരു പൊസിഷനിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതിനെ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. ഓക്കെ, പിന്നെ എന്തുകൂടെ പറയാം നമുക്ക്? ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പം ഈ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് എന്തുകൂടെ പറയാം? ഒരു ബോഡി അത് റെസ്റ്റിലാണെങ്കിൽ ആ സ്ഥലത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇക്വിലിബ്രിയം പൊസിഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ എന്താന്ന് വെച്ചാൽ ഇനി ഡിസ്പ്ലേസ്മെന്റ് കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കാരണം ഇപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെൻസ് ഞാൻ ഇതിനെ ഒരു ഇത്തിരി ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് വിടുകയെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ അതിനെ വിടുകയെന്ന് വെച്ചോ. എന്താവും? അത് എന്താവും? അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഇവിടെ വരുന്ന കുറെ ഫോഴ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് എയർ റെസിസ്റ്റൻസ്, ഫ്രിക്ഷൻ ഫോഴ്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതെന്താവും? പക്ഷെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്തായിരിക്കും? ഇതിങ്ങനെ പോയി തിരിച്ചു വന്ന് ഓക്കെ, അപ്പൊ എന്താണത്? ടു ആൻഡ് ഫ്രോ മോഷൻ ആയി അല്ലെ. അപ്പൊ ടു ആൻഡ് ഫ്രോ മോഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? അവിടെ ഓസിലേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ എന്താണ്? അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓസിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നു എന്ത്? ഒരു മോഷൻ അല്ലെ, അതെന്താവാം? അത് പീരിയോഡിക് ആവാം, നോൺ പീരിയോഡിക് ആവാം എന്നുള്ളത്. നമ്മൾ പറയുന്നു ഓസിലേഷന്റെ കാര്യത്തിൽ എന്തായിരിക്കണം? അത് പീരിയോഡിക് ആയിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലേ. ഓസിലറി മോഷൻ ഈസ്
പീരിയോഡിക് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി എല്ലാ മോഷനും പീരിയോഡിക് ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല അല്ല, ചിലത് നോൺ പീരിയോഡിക് ആയിരിക്കാം, ചിലത് പീരിയോഡിക് ആയിരിക്കാം. എന്തൊക്കെയുണ്ട്? നോൺ പീരിയോഡിക് ആയിരിക്കാം, പിന്നെ എന്തോ ആയിരിക്കാം, പീരിയോഡിക്കും ആയിരിക്കാം. ഓക്കെ, ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് എല്ലാ മോഷനും നമുക്ക് ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കല്ലേ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു നോൺ പീരിയോഡിക് ഉണ്ട്, പീരിയോഡിക് ഉണ്ട്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നും ഇല്ലാത്ത സിറ്റുവേഷനും ഉണ്ട്. സോ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ മോഷൻസും അത് പീരിയോഡിക് ആണെങ്കിൽ അത് ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു സർക്കിൾ വരക്കാന്ന് വെച്ചോ, നമ്മൾ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, നമ്മളെന്താ ഇവിടുന്ന് തുടങ്ങുകയാണേ, ഇവിടുന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ വന്ന് വീണ്ടും എന്താണ് ആ ഒരു പൊസിഷനെ പാസ് ചെയ്തിട്ടാണല്ലോ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പൊസിഷനെ ഇക്വിലിബ്രിയം പൊസിഷൻ ആക്കി ആ പൊസിഷനിൽ തന്നെ തിരിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താണ്, ഇത് തുടങ്ങി പിന്നെയും അത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ സർക്കുലാർ മോഷനെ നമുക്ക് ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇതെന്താണ്? നോട്ട് ആൻ ഓസിലേറ്ററി മോഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഓസിലേഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ഉണ്ടാവാം, നോൺ പീരിയോഡിക് ഉണ്ടാവാം. മോസ്റ്റ് ഓഫ് ദ തിങ് പീരിയോഡിക്, ബട്ട് നോൺ പീരിയോഡിക് ആയതും ഉണ്ടാവും. പക്ഷെ എന്ന് കരുതി പീരിയോഡിക് ആയ എല്ലാ മോഷനെയും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന്, സർക്കുലർ മോഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ ഒന്ന് ഞാൻ പറയട്ടെ, അടുത്ത ഒന്ന് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഓസിലേഷൻ പഠിച്ചല്ലോ. അതായത് ഒരു പൊസിഷൻ ഇതാക്കി പോയി വരുന്നു. ഈ ഓസിലേഷൻ പോലെ തന്നെ നമ്മളെ റിയൽ ലൈഫിൽ മെയിനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈബ്രേഷൻ അല്ലേ? അതായത് ഓസിലേഷൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈബ്രേഷൻ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കളിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു സോളിഡ് ഇതെടുക്കുക. സോളിഡ് ആണ്. എന്താണ് സോളിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കറിയാലോ, ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും അല്ലെ? മോളിക്യൂൾസ് ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും. ഇതെങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യാൻ? അതിനൊരു പൊസിഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു മോളിക്യൂളാന്ന് വെച്ചോ, ഇതിൻ്റെ മീൻ പൊസിഷനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് അതിന് ഓസിലേഷൻ എന്ന് വിളിക്കണോ വൈബ്രേഷൻ എന്ന് വിളിക്കണോ എന്ന് നമുക്ക് എന്തായിരിക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇത് ഓസിലേഷൻ എന്ന് വിളിക്കണോ വൈബ്രേഷൻ എന്ന് വിളിക്കണോ? എന്താണ് അപ്പോൾ ഓസിലേഷൻ? എങ്ങനെയുള്ള മോഷൻസിനെ നമുക്ക് ഓസിലേഷൻസ് എന്ന് വിളിക്കാം, എങ്ങനെയുള്ള മോഷൻസിനെ നമുക്ക് വൈബ്രേഷൻ എന്ന് വിളിക്കാം നോക്കാം. ഓക്കെ, അതായത് ഇപ്പൊ ഫ്രീക്വൻസി ലോ ആണെങ്കിൽ, ഫ്രീക്വൻസി ലോ ആണെങ്കിൽ, ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ എന്നുള്ളതിനെ നമ്മൾ രണ്ടായി തിരിച്ചു. ഓക്കെ, ഇഫ് ഒരു ഫ്രീക്വൻസി ലോ എന്ന സ്റ്റേറ്റിലാണ്, ഒരു ഫ്രീക്വൻസി ഹൈ എന്ന സ്റ്റേറ്റിലാണെങ്കിൽ, ഈ ലോ എന്ന സ്റ്റേറ്റിനെ നമ്മൾ ഓസിലേറ്ററി മോഷൻ ആയിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഓസിലേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. അതിനെന്ത് വിളിക്കും? ഓസിലേഷൻ എന്ന് വിളിക്കും. ഹൈ ഫ്രീക്വൻസിയുള്ള സമയത്ത് നമ്മൾ എന്താ വിളിക്കുക? വൈബ്രേഷൻ. എന്താണ്? വൈബ്രേഷൻ. അതായത് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ചില സ്ഥലങ്ങളിൽ സംടൈംസ് അല്ലെങ്കിൽ ചില ഒബ്ജക്ട്സ് ഹൈ ഫ്രീക്വൻസിയിലാണെങ്കിൽ നമുക്ക് അതിനെ വൈബ്രേഷൻ എന്നും, ചില ഒബ്ജക്ട്സ് ലോ ഫ്രീക്വൻസിയിലാണത് എന്താ ചെയ്യുക, അത് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? ഓസിലേഷൻ എന്നും വിളിക്കാം. അപ്പോൾ ഓസിലേഷനും വൈബ്രേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓസിലേഷന്റെ കാര്യത്തിലുള്ള എക്സാമ്പിളും, ഓസിലേഷൻസിന്റെ എക്സാമ്പിളും, പിന്നെ ആരാളുള്ളത്? നമുക്ക് വൈബ്രേഷൻ ആണല്ലേ. ഇപ്പം മാം പറഞ്ഞു എന്തെന്ന്, ഇപ്പം ഞാൻ പറഞ്ഞു എന്തെന്ന്, ഓസിലേഷൻ എന്താണെന്നും വൈബ്രേഷൻ എന്താണെന്നും പറഞ്ഞു. പക്ഷേ ഈ ഓസിലേഷൻ്റെയും വൈബ്രേഷൻ്റെയും എക്സാമ്പിൾസ് പറയണമല്ലോ, നമുക്ക് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യണ്ടേ. ഓക്കെ, ഏതൊക്കെ സമയത്ത് നമുക്ക് ഓസിലേഷൻ ആയിട്ട് വിളിക്കാം എന്ന് പറയാൻ പറ്റും? ഇപ്പം ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞു തന്നൊരു എക്സാമ്പിൾ ഉണ്ട് അല്ലേ? ഏതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ? അതെ അല്ലേ,
ഒരു പെൻഡുലത്തിന്റെ കാര്യം അല്ലെ. പെൻഡുലത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, അത് ഓസിലേഷൻ ആണെന്ന് പറയാം. കാരണം ഫ്രീക്വൻസി കുറഞ്ഞൊരു ടൈപ്പാണ്. സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം പറയാം അല്ലെ. സിമ്പിൾ പെൻഡുലം. ഓക്കെ, സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യത്തിൽ ഓസിലേഷൻ ആണ് നടക്കുന്നത്. എന്നാൽ വൈബ്രേഷന്റെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാലോ. എന്താണ് നമ്മൾ എപ്പോഴും എന്താ പറയാൻ, ഇപ്പം നിങ്ങളിപ്പം +1 സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം അല്ലെങ്കിൽ ഇനിയൊരു പ്രാക്ടിക്കൽ വരുമ്പം എന്തായാലും ചെയ്യിപ്പിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് എന്തെന്ന്, ട്യൂണിങ് ഫോർക്കിന്റെ എക്സ്പെരിമെന്റ് അല്ലേ. അപ്പം ഈ ട്യൂണിങ് ഫോർക്കിൽ നടക്കുന്ന, നമ്മളിപ്പോൾ ഒരു ട്യൂണിങ് ഫോർക്ക് എടുക്കുന്നു, മാം ചെയ്യിക്കും, അതായത് നിങ്ങളുടെ ടീച്ചർ ചെയ്യിക്കും. ട്യൂണിങ് ഫോർക്ക് എടുക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അമർത്തി അടിക്കുന്നു അല്ലേ. അപ്പം ഇവിടെ ഉണ്ടാവുന്ന എന്തെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ഒരു അനക്കം ഉണ്ടല്ലോ, അത് കാരണം സൗണ്ട് ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം അതിനെ നമ്മൾ എന്ത് വിളിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ ആയിട്ടാണ് വിളിക്കുക. അതായത് അത് ഓസിലേഷൻ ആയിട്ടല്ല പറയാം, നമ്മൾ എന്തായിട്ടാ പറയാ, വൈബ്രേഷൻ ആയിട്ടാണ് പറയാം. കാരണം എന്താണ്, ഫ്രീക്വൻസി ഹൈ ആണല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് ട്യൂണിങ് ഫോർക്ക്. ട്യൂണിങ് ഫോർക്കിന്റെ കാര്യത്തിൽ വൈബ്രേഷൻ ആണ്. പിന്നെ എന്തൊക്കെയാണുള്ളത് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. വൈബ്രേഷന്റെ കാര്യത്തിൽ എന്താ നോക്കാലോ നമുക്ക്. സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ത് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഓഫ് എന്താണ് എ ഗിറ്റാർ ഓർ വയലിൻ. ഓക്കെ, എ ഗിറ്റാർ ഓർ വയലിൻ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സിമ്പിൾ പെൻഡുലത്തിന്റെയും ട്യൂണിങ് ഫോർക്കിന്റെയും കാര്യം പറഞ്ഞു. പിന്നെ ആരാ ഓസിലേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക, മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ് അല്ലേ. അതായത് നമ്മൾ വർക്ക് എനർജി പവറിന്റെ ഇതിൽ പോലും നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ഒരു സ്പ്രിങ് നമ്മൾ അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, എന്നിട്ട് ഇതിന് ഇങ്ങനെ മൂവ്മെന്റ് അടക്കുമല്ലോ. സോ ഇത് എന്താണ് നടക്കുന്നത്, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അല്ലേ. അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ, ആ ഒരു മോഷനിലാണ് നടക്കുന്നത് അല്ലേ. സോ ഇതെന്താണ്, ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെയും ഒരു ഓസിലേഷൻ നടക്കുന്നുണ്ട്. അവിടെ ഫ്രീക്വൻസി ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് എന്തിൽ പെടുത്തും, ഓസിലേഷനിൽ പെടുത്തും. ഓക്കെ, എന്തായാലും പെടുത്തും, ഓസിലേഷനിൽ പെടുത്തും. അപ്പം ഇതെന്താണ് ഉദ്ദേശിച്ചത്, ഒരു സ്പ്രിങ് ഇങ്ങനെ ഒരു സ്പ്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ട് അതിങ്ങനെ മൂവ് ചെയ്യുമ്പോഴുള്ള മോഷനെ നമുക്ക് ഓസിലേറ്ററി മോഷൻ ആയിട്ട് വിളിക്കാൻ പറ്റും. അതേസമയം തന്നെ ഇനി ഒരു സ്ട്രിങ് അതായത് ഗിറ്റാറിലോ വയലിനിലോ ആണെന്ന് വിചാരിക്കും. നമ്മളെ ഗിറ്റാറിലോ വയലിനിലോ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയും, വൈബ്രേഷന്റെ ഇതിലായിട്ടാണ് നമ്മൾ പെടുത്തുക. എന്താണ്, വൈബ്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളത് എന്താ പറയുക, ഓസിലേഷൻ അല്ല. ഓക്കെ, പിന്നെ അതുപോലെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഓസിലേഷനിൽ പറയാനാണെങ്കിൽ എ സി കറണ്ട് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് അല്ലേ. ഒരു എ സി കറണ്ട് കാര്യം എന്താ, എ സി കറണ്ട് ഒരു ഇന്ന ടൈം പീരീഡ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവും അല്ലേ. പക്ഷെ അതിലുള്ള ഫ്രീക്വൻസി ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തിൽപ്പെടുത്തും, ഓസിലേഷനിൽ പെടുത്തും. ഓസിലേഷനിൽ പെടുത്തും എ സി കറണ്ട്. ഓക്കെ, ഇനി ഇതേ കാര്യത്തിൽ വേറെന്താ ഇതിൽ പറയാൻ പറ്റുക, വൈബ്രേഷന്റെ കാര്യത്തിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്, ഈ സോളിഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സോളിഡിലുള്ള ആറ്റംസിന്റെ എന്തെന്ന് മൂവ്മെന്റ്, അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, വൈബ്രേഷൻ ആയിട്ട് പറയാൻ പറ്റും. ആറ്റംസ് ഇൻ സോളിഡ് അല്ല, അതിനെന്തായിട്ട് പറയും, നമുക്ക് വൈബ്രേഷൻ ആയിട്ട് പറയാൻ പറ്റും. ഇനി ഓസിലേഷന്റെ കാര്യത്തിൽ വേറെ നോക്കിയാൽ നമ്മൾ കുട്ടിക്കാലത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഊഞ്ഞാലാടിയിട്ടുണ്ടല്ലേ, സ്വിങ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഏതിന്റെ മോഷനിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക, ഓസിലേഷനിലാണ് കേട്ടോ. എന്താണ്, ഓസിലേഷനിലാണ് സ്വിങ്. ഓക്കെ, സ്വിങ്ങിന് പ്ലേ ഗ്രൗണ്ട് അല്ലെ, സ്വിങ്ങിന് പ്ലേ ഗ്രൗണ്ട്. അതായത് നമ്മൾ ചെറുതിലെയൊക്കെ അല്ലെ എന്താ പറയാ, നല്ലോണം ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അത്രയധികം ഊഞ്ഞാലാടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആട്ടം അല്ലെങ്കിൽ ആ ഒരു ഊഞ്ഞാലാട്ടത്തിന് നമ്മൾ എന്താ വിളിക്കാണ്, ഓസിലേഷൻ മോഷൻ ആയിട്ടാണ് നമ്മൾ കാണാം. ഓക്കെ,
ഈ വൈബ്രേഷനിലാണെങ്കിൽ എന്തായിരിക്കും? വൈബ്രേഷനിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ. അതായത് ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലേ, മൊബൈൽ ഫോൺ നമ്മൾ എന്താക്കും, ഒരു വൈബ്രേഷൻ മോഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കൊരു മോഡ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെന്താണ്, അതിനെ നമ്മൾ വൈബ്രേഷനിൽ ഉൾപ്പെടുത്തും. മൊബൈൽ വൈബ്രേഷൻ അല്ലെ, മൊബൈൽ വൈബ്രേഷൻ. പിന്നെന്താ നമുക്ക് ഓസിലേഷനിലുള്ളത്? ഓസിലേഷൻ അതായത് ഇപ്പൊ ഒരു മരം, ഓക്കെ, ഇപ്പൊ ഒരു മരം കാറ്റത്ത് ഇങ്ങനെ ചെറുങ്ങനെ ആടുകയാണെന്ന് വെച്ചോ. അതായത് ഒരു ചെറിയ ഒരു ഇളം കാറ്റ്, ബ്രീസ് നമ്മൾ പറയാം. ആ ഒരു ഇളം കാറ്റത്ത് ഈ കൊമ്പ് ബ്രാഞ്ച് ഇങ്ങനെ ഇളകുവാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഓസിലേഷന്റെ ഭാഗമായിട്ട് പറയാം. എന്താണ്? ഓസിലേഷൻ മോഷൻ ആണെന്ന് പറയാം. ബ്രാഞ്ച് മൂവ്മെന്റ് ഡ്യൂറിങ് വിൻഡ്. ഡ്യൂറിങ് വിൻഡ് അല്ലേ. അതുപോലെ നമുക്ക് വൈബ്രേഷൻ്റെ കാര്യത്തിൽ എന്താ പറയാൻ പറ്റുക? നമുക്കറിയാം അല്ലേ, ലൗഡ് സ്പീക്കർ അല്ല. ലൗഡ് സ്പീക്കർ എന്ന് വെച്ചാൽ വലിയ സൗണ്ടിൽ നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പോൾ മൈക്കൊക്കെ കണക്ട് ചെയ്ത് വലിയൊരു ലൗഡ് സ്പീക്കറിൽ കണക്ട് ചെയ്യുന്ന അവിടെ എന്താണ് നമുക്കറിയാം, ഹൈ ഫ്രീക്വൻസിയിലേക്കാണ് നമ്മളെ സൗണ്ട് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? വൈബ്രേഷന്റെ ഭാഗമായിട്ട് കാണാം. അപ്പൊ എന്താണ്? ലൗഡ് സ്പീക്കർ, ലൗഡ് സ്പീക്കർ. ഓക്കെ, അതായത് ചെറിയ ചെറിയ ഫ്രീക്വൻസീസ് ഉള്ളതിനെ നമുക്ക് ഓസിലേഷൻ എന്നതിൻ്റെ കോളത്തിലും എഴുതാം. വലിയ വലിയ ഫ്രീക്വൻസിനെ നമുക്ക് എന്തായിട്ടും എഴുതാം? വൈബ്രേഷന്റെ ബോക്സിലായിട്ടും എഴുതാം. ഓക്കെ, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ്. ഞാൻ എന്തിനാ ഈ എക്സാമ്പിൾസ് പറഞ്ഞത്? കാരണം ഇനി നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തെങ്കിലും കേൾക്കുമ്പോൾ എന്തെങ്കിലും മോഷൻ കാണുമ്പോൾ അത് ഓസിലേറ്ററി മോഷൻ ആണോ അല്ലെങ്കിൽ വൈബ്രേഷൻ ആണോ, അതായത് ഓസിലേഷനിൽ നമുക്ക് പെടുത്താൻ പറ്റുമോ വൈബ്രേഷനിൽ പെടുത്താൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എന്തായത് എക്സാമ്പിൾസ് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താന്ന് നോക്കാം അല്ല. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? നമ്മൾ അതിനെ ഷോർട്ടായിട്ട് SHM എന്നാണ് എഴുതാം. ഓക്കെ, SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായ ഓസിലേറ്ററി മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ദ സിംപ്ലസ്റ്റ് മോഷൻ, അതായത് സിമ്പിൾ ഫോം ഓഫ് എന്താണ്? ഓസിലേറ്ററി മോഷൻ അല്ലേ. അതായത് നമുക്ക് കുറേ ഓസിലേഷൻ ഉണ്ടാവും, പക്ഷെ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെപ്പോഴാണ് ഈ ഒരു മോഷൻ എറൈസ് ചെയ്യുന്നതെന്ന് അറിയാവോ? എപ്പോഴാണ് ഇത് ഉണ്ടാവുക എന്നറിയാവോ? അതായത് നമ്മൾ ഈ ചെറിയ ഇപ്പം ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ, ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ട് അത് കാരണം അതേ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് നടക്കും അല്ലേ. ഞാൻ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കും. സോ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമ്മളോട് പറയുന്നത്, അതായത് ദ മോഷൻ അറൈസസ് വെൻ ഫോഴ്സ് ഓൺ ഓസിലേറ്ററി ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഇവിടെ ഫോഴ്സ്? എന്തിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് നമ്മളോട് പറയുന്നത് അല്ലേ. ഓക്കെ, oscillating body eventually come to rest at this equilibrium position due to friction and other dissipative cause. അടുത്ത കാര്യം എന്താ പറയുന്നത്? സിമ്പിൾ ഹാർമോണിക്കിന്റെ കാര്യത്തില് ഈ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി കാലാകാലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവോ ഈ പെൻഡുലം? ഇല്ല അല്ലേ. എന്തുകൊണ്ടാ? അവിടെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ഉണ്ടോ? എന്താണ് ഈ ഡിസിപ്പേറ്റീവ് ഫോഴ്സ്? അതായത് ഈ ഫ്രിക്ഷൻ അല്ലെ, എയറില് അന്തരീക്ഷത്തിൽ എയറിൽ നമുക്ക് എന്തുണ്ടാവും? അന്തരീക്ഷത്തിന് എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഇതെന്താവും? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ ഒരു ടൈം കഴിയുമ്പോൾ എന്താവും? സ്റ്റോപ്പായി തനിയെ ഏത് പൊസിഷനിലേക്ക് തിരിച്ചെത്തും? ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചെത്തും അല്ലെ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കാര്യം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സിംപ്ലസ്റ്റ് മോഷനാണ്. ഓക്കെ, സിംപ്ലസ്റ്റ് ഓസിലേറ്ററി മോഷനാണ്, സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? അവിടെ കൊടുക്കുന്ന ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു?
ഈ ഫോഴ്സ് കൊടുത്തത് കാരണം തന്നെ ഇതിന്റെ ഓസിലേറ്ററി മോഷൻ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സമയത്തും അവിടെ എന്തൊക്കെ കുറെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് കാരണം, ഫ്രിക്ഷണൽ ഫോഴ്സുകളൊക്കെ കാരണം ഇതിന്റെ ഓസിലേഷൻ എന്താവും, കുറച്ച് ടൈം കഴിയുമ്പോൾ കുറഞ്ഞ് അവസാനം അത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വന്ന് എത്തും അല്ലേ? ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ however they can be forced to remain oscillating by means of എന്താണ് some external periodic agency. ഇത് വന്ന് തിരിച്ച് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുമെങ്കിലും നമുക്ക് ഫോഴ്സ്ഡ് ചെയ്തിട്ട് കുറച്ച് ഫോഴ്സ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ എന്താക്കാൻ പറ്റും, വീണ്ടും ഓസിലേറ്റിംഗ് മോഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് കുറച്ച് പീരിയോഡിക് ഏജൻസി ഒക്കെ ഉണ്ട് കേട്ടോ. ആ പീരിയോഡിക് ഏജൻസി എന്തൊക്കെയാണെന്ന് നമ്മൾ അപ്കമിങ് ചാപ്റ്ററിൽ പറയും. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ ഒരു മോഷന് അതിന്റെ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് കാരണം അത് വന്ന് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാം. ഈ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുന്ന ആളെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് പീരിയോഡിക് ഏജൻസീസ് ഒക്കെ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഓസിലേറ്റീവ് മോഷൻ തന്നെ ആക്കിയെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അത് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് SHM എന്താണെന്ന് പറഞ്ഞു അല്ലെ? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ആരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? പീരീഡ് ആൻഡ് ഫ്രീക്വൻസി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എനി മോഷൻ ദാറ്റ് റിപ്പീറ്റ് ഇറ്റ് സെൽഫ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പീരീഡ് എന്ന് പറഞ്ഞത്. അതായത് ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഇന്ന ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഇത്ര ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എന്താണ് ആ സംഭവം, മോഷൻ എന്താണ്, ആ നടന്ന മോഷൻ എന്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അതിനെ പീരീഡ് എന്നാണ് നമ്മൾ വിളിക്കാം. ഓക്കെ, എന്താന്ന് വിളിക്കാൻ? പീരീഡ് എന്ന്. ഈ പീരീഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്നറിയോ? ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടി. എന്താണ്? ക്യാപിറ്റൽ ടി ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഓക്കെ, എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ് വരിക? നമുക്ക് സെക്കൻഡ് ആണല്ലേ? എന്താണ് യൂണിറ്റ്? സെക്കൻഡ്. കാരണം ടൈമിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ എന്താണ്? സെക്കൻഡ്. ഓക്കെ, ഈ പീരീഡിന്റെ കാര്യത്തിൽ ഒരു സ്കെയിൽ ഓഫ് സെക്കൻഡ്സ്, ഒന്നെങ്കിൽ ഈ പീരീഡ് എന്താ പീരിയോഡിക് മോഷൻ ഒന്നെങ്കിൽ ടു ഫാസ്റ്റ് അല്ലെങ്കിൽ ടു സ്ലോ ആവാം എന്നാണ് പറയുന്നത്. എന്താണ്? ഒന്നെങ്കിൽ ടു ഫാസ്റ്റ്, പീരിയോഡിക് മോഷൻ എന്താവാം? ടു ഫാസ്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം? ടു സ്ലോ ആവാം എന്നാണെന്ന് നമ്മളോട് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പൊ ഈ സെക്കൻഡ്സ് നമ്മൾ യൂഷ്വലി എടുക്കുന്ന കാര്യത്തിലാണ് സെക്കൻഡ്സ്. ഇപ്പം എന്താ പറയാ, ക്വാർട്സിന്റെ കാര്യത്തിലൊക്കെ എന്താവും? മൈക്രോ സെക്കൻഡ്സ് അല്ലെ, 10⁻⁻⁶ രീതിക്കൊക്കെ ഇത് എന്താവും? നമുക്ക് മാറ്റി എഴുതും. ഓക്കെ, അപ്പൊ എന്താവും? നമ്മൾ സെക്കൻഡ്സ് അല്ല, ക്വാർട്സിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറയാ നമ്മൾ മൈക്രോ സെക്കൻഡ്സ് ആയിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, മൈക്രോ സെക്കൻഡ്സ് ആയിട്ടാണ് പറയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ പീരീഡ് എന്താന്ന് പറഞ്ഞു? ഒരു ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ പീരീഡ് എന്ന് പറയും. അതിനെ ടി എന്ന അക്ഷരം വെച്ച് ഡിനോട്ട് ചെയ്യും. അതിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണെന്നാണ്. ഓക്കെ, ഈ പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണ്ടേ? ഞാൻ ഇപ്പൊ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പീരീഡിനും ഫ്രീക്വൻസിനെയും നമ്മൾ ഒപ്പരം പറയുന്നത്? കാരണം പീരീഡിനും ഫ്രീക്വൻസിയും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. എന്താണ് കണക്ഷന്? കാരണം ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ വരുന്നത്, അതായത് നമ്മൾ ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇങ്ങനെയാണ് കേട്ടോ. ന്യൂ എന്ന് വിളിക്കും. അപ്പം ന്യൂ ഇസ് ഇക്വൽ ടു എന്താണ്? 1/t ആണ്. ഓക്കെ, എന്താണ്? 1/t ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ആരെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും? ടൈം പീരീഡിനെയും ഫ്രീക്വൻസിനെയും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അതായത് എന്താണ് പീരീഡ് എന്ന് പറഞ്ഞു? പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ എന്താ കണക്ഷൻ? ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതെ, അതായത് ടൈം പീരീഡ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി എന്താ? കുറയും. അതെന്താ നമ്മളോട് ഉദ്ദേശിക്കുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു മോഷൻ തന്നെ, ഓസിലേറ്റിംഗ് മോഷൻ, തുടക്കത്തിലുണ്ടായ അതേ ഫ്രീക്വൻസിയിൽ കുറേ ടൈം എടുക്കുമ്പം നീണ്ടു പോകുന്ന വെച്ചോ. ഇപ്പൊ ഒരു മോഷൻ നടന്നു, ടൈം കുറേ എടുക്കുകയാണ്. തുടക്കത്തിലുണ്ടായ മോഷൻ തന്നെ ഈ ടൈം കൂടുന്നതിനനുസരിച്ചുണ്ടാവോ? ഇല്ല അല്ലെ? ഉണ്ടാവാം. എപ്പം? എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് എന്താവാം? അത് ഒരൊറ്റ മോഷനിലേ പോകുള്ളൂ അല്ലെ? അതിന് പിന്നെ മാറ്റമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
റിയൽ ലൈഫിൽ റിയാലിറ്റിയിൽ ഇപ്പം എയർ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള സമയത്ത് തുടക്കത്തിൽ നടക്കുന്ന ഫ്രീക്വൻസി തന്നെ എന്താവണമെന്നില്ല, ടൈം കൂടുതൽ എടുക്കുമ്പം ഉണ്ടാവണമെന്നില്ല, എന്താവും കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. അതായത് ടൈം പീരീഡ് കൂടിയാൽ ആര് കുറയും, ഫ്രീക്വൻസി കുറയും അല്ലേ. അതാണ് ഇവിടെ ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം അല്ലേ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിക്കോളെ. ഓൺ ആൻ ആവറേജ് എ ഹ്യൂമൻ ഹാർട്ട് ഈസ് ഫൗണ്ട് ടു ബീറ്റ് 75 ടൈംസ് ഇൻ എ മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റിൽ, അതായത് 60 സെക്കൻഡ്, ഒരു മിനിറ്റിൽ 75 പ്രാവശ്യം ബീറ്റ് ആവുന്നുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മളോട് ഫ്രീക്വൻസിയും ടൈം പീരീഡും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക്? അതായത് ആദ്യം നമുക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അതായത് ഫ്രീക്വൻസി, ദ ബീറ്റ് ഫ്രീക്വൻസി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് 75 ബൈ എന്തായിരിക്കും? 1 മിനിറ്റ് അല്ല, അതായത് 1 മിനിറ്റ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം നമ്മൾ അതിനെ എന്താക്കി? 60 സെക്കൻഡ് ആക്കി അല്ലേ. അപ്പോൾ 75/60 ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് എത്ര കേട്ടാ? 1.25 ഹെർട്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നില്ല അല്ലേ എന്താണ് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് പറഞ്ഞില്ല അല്ലേ. അതായത് ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെങ്കിൽ നമ്മുടെ ന്യൂയുടെ, അതായത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഹെർട്സ് ആണ്. ഓക്കെ, എന്താണ്? ഹെർട്സ് ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം? ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ഇതും പറഞ്ഞൂടെ? എന്താണ്? ന്യൂ ഈക്വൽ ടു 1/t വെച്ചിട്ട് എന്തും പറയാം നമുക്ക്? സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ. അതായത് സെക്കൻഡ് ഇൻവേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? സെക്കൻഡ് റേസ് ടു -1 എന്ന് പറയാം. അതായിരുന്നു ആദ്യം തുടക്കകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഹെർട്സ് എന്ന സയന്റിസ്റ്റ് വഴിയാണ് എന്ത് നമ്മുടെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താക്കി? ഹെർട്സിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായി? നമ്മൾ ഇവിടുത്തെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു 1.25 ഹെർട്സ്. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരാണ്? ടൈം പീരീഡ് അല്ലേ. ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിവിടെ ഈ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കാം? T is equal to 1/nu അല്ല. T is equal to 1/nu. T ഇങ്ങോട്ട് എടുത്തു, ന്യൂ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/1.25 അല്ലേ. ഇതെല്ലാം കൂടെ എത്ര കിട്ടും നമുക്ക്? 0.8. ഓക്കെ, 0.8 എന്ന് കിട്ടും. ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് അല്ലേ. അപ്പം 0.8 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. 0.8 സെക്കൻഡ് എന്ന് കിട്ടി. എത്ര നമ്മുടെ ഫ്രീക്വൻസി അവിടെ വരുന്നത്? 1.25 ഹെർട്സ് ആണ് എന്ത് വരുന്നത്? പെർ സെക്കൻഡിൽ വരുന്ന ഹെർട്സ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ആ എക്സാമ്പിൾ ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് ആരാണ് പഠിക്കാൻ പോകുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ്? അതായത് നമ്മൾ വിചാരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമുക്ക് പണ്ടേ അറിയുന്നതല്ലേ, എന്തിനായി വീണ്ടും ഡിസ്പ്ലേസ്മെന്റ് പറയുന്നതെന്ന്. അതിനെ എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് യൂഷ്വലി എന്താണ്? മോഷൻ ഡയറക്റ്റിൽ, സ്ട്രേറ്റ് ലൈൻ, 2 ഡയമെൻഷൻ അങ്ങനെയുള്ള കാര്യത്തിൽ പറയുന്നുണ്ടല്ലേ. പക്ഷേ ഈ ഓസിലേഷന്റെ കാര്യത്തിൽ പല സ്ഥലത്ത് പല ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കും അല്ലേ. അതായത് ഇപ്പോൾ ഒരു പെൻഡുലം എടുക്കാന്ന് വെച്ചോ. ഒരു പെൻഡുലത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ ഈ പെൻഡുലം ഇവിടെ തുടക്കത്തിൽ അവിടെ ആണെങ്കിൽ ഇപ്പൊ മൂവ് ചെയ്യും അല്ലേ. ഇത്ര തീറ്റ ആംഗിളിലായിരിക്കും മൂവ് ചെയ്യുക. സോ യൂഷ്വലി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ പെൻഡുലത്തിന്റെ കാര്യത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ല. എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അതായത് നമ്മൾ ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്തായിട്ട് പറയും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നായിട്ടാണ് നമ്മൾ എന്ത് പറയാൻ നമ്മളിവിടെ പറയാം. കാരണം ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട് എന്താണ് ഇതിൻ്റെ വെക്ടർ ക്വാണ്ടിറ്റീൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ മാറുന്നുണ്ട്, ഡിറക്ഷൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിറക്ഷൻ മാറുന്നുണ്ട് അല്ലേ. വിത്ത് ആൻ ആംഗിൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ എന്ത് പറയും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇത് ഡിസ്പ്ലേസ്മെന്റിനെ തന്നെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ടേംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ ടേംസ് യൂസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇപ്പം ഞാനൊരു പെൻഡുലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നു അല്ലേ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നതിന്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആരാര്യത്തില്
ഒരു ബ്ലോക്ക്, അതായത് ഒരു സ്പ്രിങ് ഇങ്ങനെ ഒരു ബ്ലോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇത് ഫ്ലോറാണ്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു സ്പ്രിങ് അതൊരു മാസ്, ഒരു മാസുള്ള ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്തുണ്ട്, ഇതുപോലെ ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട് അല്ലേ. സോ അവിടെ നമ്മൾ എന്തായിരിക്കും പറയൂ, മറ്റതിലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതിനെ നമ്മൾ നോർമലി ഡയറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയും. പക്ഷെ നമ്മൾ പെൻഡുലത്തിന്റെ കാര്യത്തിൽ എന്തായി പറയും, നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ പെൻഡുലത്തിലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? റെപ്രസെന്റ് ഇൻ മാത്തമാറ്റിക്കൽ ഫോം. എങ്ങനെയാ നമുക്ക്, അതായത് നമുക്കറിയാലോ മാത്സിനെ മെയിനായിട്ട് നമ്മളിവിടെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫോമിൽ നമ്മൾ തീറ്റ അല്ലെ, തീറ്റനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് ഇപ്പം മെയിൻലി എന്താണ് നമ്മൾ പറയാറ്, ഒന്നെങ്കിൽ സൈൻ ഫംഗ്ഷൻ അല്ലേ, ഒന്നെങ്കിൽ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനിലാണ് നമ്മൾ പറയാ, കൊസൈൻ ഫംഗ്ഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ കോസ് ഫംഗ്ഷനിലാണ്, ഓക്കെ, കോസ് ഫംഗ്ഷനിലാണ് ഈ ഒരു പെൻഡുലത്തിൻ്റെ ഇത് മാത്തമാറ്റിക്കലി ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ടൈം ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ എ കോസ് ഒമേഗ ടി. ഓക്കെ, എന്താണ് എ കോസ് ഒമേഗ ടി എന്ന് നമുക്ക് ഇതാക്കാം. ഇതിലുള്ള എ ആരാണ്? ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ആണ് അല്ലേ. നമുക്ക് എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പഠിക്കാം. ഓക്കെ, എ ആരാണെന്ത്? ആംപ്ലിറ്റ്യൂഡാണ്. ഇതിൽ ഒമേഗ ടി ആരാണ്? നോക്കൂ, ആരാണ് ഒമേഗ ടി? നോക്കൂ, ഓക്കെ, എന്താണ് ഒമേഗ ടി നോക്കാം. ആരാണ് ഒമേഗ ടി? നമുക്ക് സാധാരണ നമ്മൾ മോഷന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തെന്ന്, സാധാരണ പറയുമ്പം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ അവിടെ ഡിസ്റ്റൻസ് എന്തായിട്ട് പറയാ, വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. അതാണ് നമ്മളുടെ എന്തെന്ന്, ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം. അതുപോലെ നമ്മൾ ഈ സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ ഒരു പെൻഡുലത്തിന്റെ ഒരു ആംഗിൾ വൈസ് നമ്മൾ പറയുന്ന വെലോസിറ്റി ഇൻറ്റു ടൈം, അതാണ് ആര്, നമ്മുടെ ഇവിടുത്തെ ഒമേഗ ഇൻറ്റു ടൈം. ഓക്കെ, ഇതാരാണ് ശരിക്കും നമുക്ക് ഈ ക്വാണ്ടിറ്റി എന്തിനെയാണ് നമുക്ക് തരുന്നത്, നമുക്ക് ഡിസ്പ്ലേസ്മെന്റിനെയാണ് തരുന്നത്. ഓക്കെ, അപ്പം ഈ ഒമേഗ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒമേഗ എന്തായിട്ട് എഴുതണം, ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, എന്താണ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, നമ്മൾ വിചാരിക്കേണ്ട എന്താണ് ഒമേഗ എന്താണ്, അതായത് നമ്മൾ ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയാൽ എന്താണ് നമുക്കറിയാം നമ്മുടെ നോർമൽ മോഷന്റെ കാര്യത്തിൽ നമ്മൾ വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടുണ്ട്. സോ അവിടെ നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് തരുന്നത് ആരെയാണ്, എന്ത് ക്വാണ്ടിറ്റിനെയാണ് തരുന്നത്, നമുക്ക് ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെയാണ് തരുന്നത്. അതുപോലെ ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ്, പിന്നെ ആരാണ് ഈ ഒമേഗ ടി എന്ന് പറയുന്നത്, നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്. സോ ഒമേഗ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഫോമിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോമിൽ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമിൽ നമുക്ക് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എനിക്കിത് കൊസൈൻ ഫംഗ്ഷനിൽ ഞാൻ ഇതാക്കിയ പോലെ എനിക്കിനി സൈൻ ഫംഗ്ഷനിലാക്കണം എന്ന് വിചാരിച്ചോ, ഒന്നുമില്ല, എന്ത് എഴുതിയാൽ മതി, എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എഴുതിയ പോലെ നമ്മളിവിടെ എന്ത് ചെയ്തു, ബി സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ബി സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ,
ഇപ്പം നമുക്ക് ഒമേഗ ടി എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടല്ലേ, ആരാണ്? ഒമേഗ ടി എന്ന് പറയുന്ന ആളുണ്ട്. ആ ഓക്കെ, നമുക്ക് ഒമേഗയെ ടൈം പീരീഡ് ആയിട്ട് നോക്കാം. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഓസിലേഷൻ നടക്കുകയാണേ. ഓക്കെ ഓക്കെ, ഓസിലേഷൻ നടക്കുകയാണ്. സോ ഓസിലേഷൻ്റെ ടൈം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്ക് ടി ഈസ് ഈക്വൽ ടു എത്ര വരണം നമുക്ക്? ഓക്കെ, ഇപ്പോൾ ഒമേഗ ടി അല്ലേ നമ്മൾ എഴുതിയ. ഓക്കെ, ഈ ഒമേഗ ടി എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2π. ഓക്കെ, എന്താണ് 2π? അതായത് എന്താണ് നമുക്ക് 2π അത് കവർ ചെയ്യണം അല്ലേ. അപ്പോൾ അതായത് 180 × 2, അതായത് 360 അത് കവർ ചെയ്തിരിക്കണം അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താം? ഒമേഗ ടി എന്ന് പറയുന്നത് 2πക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. ഒമേഗ ടി എന്ന് പറയുന്ന ആ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് 2πക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇനി എന്ത് എഴുതാം? പറയൂ, എന്തെന്ന് എഴുതാം? ടി ഈസ് ഈക്വൽ ടു എന്താണ് 2π/ω ആണെന്ന് എഴുതാം. ഓക്കെ ഓക്കെ, 2π/ω ആണെന്ന് എഴുതാം. ഓക്കെ, ഇപ്പം ഞാനൊരു ഓസിലേഷൻ മോഷൻ എടുക്കുകയാണേ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. എത്ര ആംഗിള്? 180 ആംഗിൾ എടുത്തു അല്ലേ. ആ മൂവ്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്കും വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. ഇങ്ങോട്ടേക്ക് മാത്രം മൂവ് ചെയ്താൽ അതിനെ ഓസിലേഷനായിട്ട് എടുക്കുമോ? ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതൊരു സ്ഥലത്തേക്ക് പോയി വീണ്ടും അത് തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരണം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ആംഗിളായിട്ട് വരും? 2π അല്ലേ. 360 ആംഗിളായിട്ട് നമ്മളതിനെ നോക്കണം. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ആംഗുലാർ വെലോസിറ്റി ആയി കൂട്ടണം, സോറി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആയി കൂട്ടണമെങ്കിൽ എന്താണ് അത്? 2πക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, 2π റേഞ്ചിൽ അത് പോയിരിക്കണം. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താം? ഒമേഗ ടി ഈസ് ഈക്വൽ ടു 2π ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? 2π/ω ആണെന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ എഫ് ഓഫ് ടി ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് ടൈം എന്നാണ്. ഓക്കെ, ഞാനിത് മയക്കുകയാണേ. അതായത് ഇപ്പം നമ്മളൊരു സിമ്പിൾ ഫോമായിട്ട് എന്ത് ചെയ്ത് എഫ് ഓഫ് ടി ബി സൈൻ തീറ്റ അല്ലെ, എഫ് ഓഫ് ടി എ കോസ് ഒമേഗ ടി എന്ന് എഴുതി അല്ലേ. അതായത് ഇത് തുടക്കത്തിലുള്ളതാണ്. ഓക്കെ, ഓരോ ടൈം പീരീഡ് കൂടുന്നതിനനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അങ്ങനെ എഴുതാം. അതായത് ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എഫ് ഓഫ് ടി പ്ലസ് ടി ആയിരിക്കണം. അതായത് തുടക്കത്തിൽ ഒരു ടൈം ആണെങ്കിലും ഓരോ ടൈം പീരീഡ് അതിൻ്റെ കൂടെ ആഡായി വരും ഈ ഫംഗ്ഷൻ്റെ കൂടെ അല്ലേ. കാരണം എന്താ? ഒരു ടൈം പീരീഡ് കവറപ്പ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു പീരീഡ് കവറപ്പ് ചെയ്യുമ്പോൾ നമുക്കതിനെ പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ അതിനെന്താ പറയുക, നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ഒരിടത്തുനിന്ന് പോയി ഇന്നടുത്ത് പോയി തിരിച്ചു വന്നു. ഇതെടുക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. ഈ ഓരോ ടൈം പീരീഡും എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ്റെ കൂടെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യുന്ന എടുത്തോളം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയുന്നു? അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി എഴുതുകയാണെങ്കിൽ ആ ടൈം തന്നെ പിന്നീട് ആ ഓസിലേഷൻ മുമ്പോട്ട് പോകുമ്പം എഫ് ഓഫ് ടി പ്ലസ് ടി, ക്യാപിറ്റൽ ടി, അതായത് ടൈമും പിന്നെ ആ ടൈം പീരീഡും കൂടെ എന്താവും? ഓരോ ടൈം പീരീഡും കൂടെ അതിൻ്റെ കൂടെ ആഡ് ആവും. അപ്പോൾ ആ ടൈം പീരീഡിനെ നമുക്ക് എന്ത് ചെയ്താം? ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ എഴുതിയല്ലേ എന്താണ്? ഒമേഗ ടി ഈസ് ഈക്വൽ ടു 2π. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ടൈം പീരീഡ് നമ്മൾ ക്യാപിറ്റൽ ടി ചെയ്തു. ഓക്കെ, ക്യാപിറ്റൽ ടി എന്താണെന്ന് നമുക്ക് എഴുതാം? 2π/ω അല്ലേ. എന്താണെന്ന് എഴുതാം? 2π/ω എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എന്ത് പറയാം? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി പ്ലസ് എന്താണ്? 2π/ω. അതാണ് നമ്മുടെ ടൈം പീരീഡ് അല്ലേ, ടൈം പീരീഡ്. അപ്പം എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സ്മോൾ ടി പ്ലസ് 2π/ω എന്ന് തന്നെ എനിക്ക് എഴുതാം. ഒമേഗ ആരാണ്? നമ്മുടെ ആംഗുലാർ വെലോസിറ്റി ആണ് അല്ലേ. ഓക്കെ ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ കോസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും സെപ്പറേറ്റ് ആയിട്ട് എഴുതി അല്ലേ, സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഇനി എനിക്കിതിനെ
രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് എഴുതണം എന്ന് വെച്ചോ. ഈ രണ്ടിനെയും മാത്തമാറ്റിക്കൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം ടുഗദർ, ഒപ്പരായിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് എന്തെന്ന് എഴുതാം? ബി സൈൻ എന്തെന്ന് എഴുതാം? ഒമേഗ ടി. ഓക്കെ, അതായത് എനിക്ക് രണ്ട് ഫംഗ്ഷനെയും, രണ്ട് കോസ് ഫംഗ്ഷനെയും സൈൻ ഫംഗ്ഷനെയും എനിക്ക് ഒറ്റ ഇക്വേഷനിലാക്കി എഴുതണമെങ്കിൽ അതെങ്ങനെ എഴുതാം? അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി. ഇതെന്തിനാ ഞാൻ രണ്ടും ഇതിലേക്ക് എഴുതുന്ന ഇക്വേഷൻ പറയുന്നതെന്ന് വെച്ചോ, കാരണം നമ്മൾ മുമ്പോട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താണ്, ചിലപ്പോൾ അതിൽ സൈൻ ഫംഗ്ഷൻ ഉണ്ടാവും, അതിൽ കോസ് ഫംഗ്ഷൻ ഉണ്ടാവും. സോ സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് എന്താക്കാം? ടുഗദർ ആയിട്ടും എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? സോ നമ്മൾ ഇക്വേഷൻ എന്തെന്ന് എഴുതി? ഫംഗ്ഷൻ, അതായത് ടൈം ഫംഗ്ഷൻ എങ്ങനെ എഴുതി? നമ്മൾ എ കോസ് ഒമേഗ ടി ബി സൈൻ ഒമേഗ ടി എന്ന് എഴുതി അല്ലേ? അതായത് രണ്ട് ഫംഗ്ഷൻ, എനി പീരിയോഡിക് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? സൂപ്പർ ഇമ്പോസ് ചെയ്ത്, അതായത് ടുഗദർ കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം. അതിന്റെ ടൈം പീരീഡ് ഡിഫറെന്റ് ആയാൽ പോലും. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലെ? എന്താണ് എക്സാമ്പിൾ എന്ന് പറയേ? ഒരു എക്സാമ്പിൾ പറയാ നമ്മളോട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഓഫ് ടൈം റെപ്രസെന്റ് പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് മോഷൻ എന്ന്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് തന്നിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്നാണ്. ഓക്കെ, എന്താണ്? സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്നാണ്. രണ്ടാമത്തെ തന്നിരിക്കുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി. ഓക്കെ, മൂന്നാമതൊരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്. എന്താ ഓപ്ഷൻ എന്നറിയാവോ? ഇ റേസ് ടു മൈനസ് ഒമേഗ ടി, അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നാലാമത്തത് ലോഗ് ഒമേഗ ടി. ഓക്കെ, ഇവിടെ ലോഗരിതമിക് ആണ് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് പറയാണ് ഇതിൽ ഏതാണ് പീരിയോഡിക്, ഏതാണ് നോൺ പീരിയോഡിക് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ എടുത്തു നോക്കുമ്പോൾ, ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തു നോക്കാന്ന് വെച്ചോ. ഫസ്റ്റിൽ എന്താണ് നടക്കുന്നത്? ഇപ്പം നമുക്ക് ഓരോന്നിൻ്റെയും പീരീഡ് നോക്കാം അല്ലേ? ഓരോന്നിൻ്റെയും പീരീഡ്. ഇതിൻ്റെ കാര്യത്തിൽ എന്താ പീരീഡ് വരുന്നത്? സൈൻ ഒമേഗ ടീൻ്റെ കാര്യത്തിൽ, സൈൻ ഒമേഗ ടീൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്? 2π/ω ആണ് എന്ത് വരുന്നത് അല്ലേ? ടി വരുന്നത് അല്ലേ? 2π/ω ആണ് നമ്മുടെ ടൈം വരുന്നത്. ഇനി കോസ് ഒമേഗ ടിയിലോ സെയിം ആണല്ലേ? അതായത് 2π/ω. അപ്പൊ ഇതെന്താണ്? ഇത് ടൈം പീരീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ് ഇത്? പീരിയോഡിക് മോഷൻ ആണ്. അപ്പൊ ഇത് പീരിയോഡിക്കിൽ ഇട്ടു. ഇതിനെ നമ്മൾ പീരിയോഡിക്കിൽ ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് ആരെയാണ് നമ്മളോട് പറയുന്നത്? അതായത് ഇങ്ങനെ ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നിനെയും സെപ്പറേറ്റ് നമ്മൾ അതിന്റെ ടൈം പീരീഡ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സൈൻ, അടുത്ത സൈൻ ഒമേഗ ടി, ഇതിലും എന്താ വരുന്നത്? 2π/ω. ഓക്കെ, 2π/ω. ഇനി കോസ് 2ωt എന്ന് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? കോസ് 2ωt എന്ന്. ഇതിൽ നമുക്ക് എങ്ങനെ വരാന്നറിയാമോ? നമ്മൾ ആദ്യം ടൈം പീരീഡിന്റെ എഴുതുക. 2π/ω ആണല്ലേ? 2π/ω ആണ്. അപ്പം ഇതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ 2 എന്താന്ന് പറയുക താഴെ വരും. ഓക്കെ, താഴെ വരും. ഓക്കെ, അപ്പൊ ഇതെന്താവും? 2ഉം കട്ടാവും. നമുക്ക് എന്ത് കിട്ടും? π/ω എന്ന് കിട്ടും അല്ലെ? എന്ത് കിട്ടും? π/ω എന്ന് കിട്ടും. ഇതെങ്ങനെ കിട്ടുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ ഫംഗ്ഷൻ എടുക്കും. അപ്പൊ 2 ഇൻറ്റു വരുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? /2 ആവും. അങ്ങനെയാണ് ഇത് കട്ടായി പോകുന്നത്. ഓക്കെ, അപ്പൊ π/ω കിട്ടി. ഇനി മൂന്നാമത് ആരാ ഉള്ളത്? സൈൻ 4ωt. ഓക്കെ, സൈൻ 4ωt. ഇതിന്റെ കാര്യത്തിൽ അവസാനം ചെയ്ത് ഇനി ഇന്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക എങ്ങനെയാന്ന് വെച്ചാൽ ഒമേഗ
എന്താവും ടി എന്താവും 2π/ω തന്നെ. പക്ഷേ ഈ ഇൻറ്റു 4 എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റു 4 /4 ആയിട്ട് മാറും. ഓക്കെ, /4 ആയിട്ട് മാറും. അപ്പോൾ ഇതെന്താവും കട്ടായിട്ട് ഇത് 2. അപ്പോൾ എന്താവും നമുക്ക് കിട്ടും ടൈം പീരീഡ് ഇവിടുത്തെ എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ π/2ω. ഓക്കെ, എന്ത് കിട്ടും നമുക്ക് π/2ω എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, എല്ലാം എന്തിൻ്റെ പൈയുടെ ഇൻ്റഗ്രൽ അല്ലേ, എന്താണ് എല്ലാം പൈയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത് അല്ലേ. ആദ്യം എന്താണ് 2/ω ഇൻറ്റു പൈ, പിന്നെ പൈ ഇൻറ്റു 1/ω, പിന്നെ എന്താണ് പൈ ഇൻറ്റു 1/2ω അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇതും എന്താണ്, ഇത് മൊത്തം എന്താണ്, എന്താണ് പീരിയോഡിക് മോഷനാണ്. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്ന ആരാണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ എടുക്കുമ്പം എപ്പോഴും എന്താവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ ഡീക്കേയിങ് പ്രോസസ്സാണ് നടക്കുക. അതായത് കുറഞ്ഞാണ് നമുക്ക് എക്സ്പോണൻഷ്യൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുക. ഓക്കെ, എപ്പോഴും എന്താണ് ഇത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, എന്താണ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ എടുക്കുമ്പോഴാണ് ഡിക്രീസ് ഒക്കെ ചെയ്യുക. സോ ഇത് എന്താവും, ഇതിൻ്റെ ടൈം പീരീഡ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് എന്താവും ഒരു ഡിക്രീസ് ഫോമാണ്, ഒരു പർട്ടിക്കുലർ ടൈമിൽ തിരിച്ചു വരുന്ന അങ്ങനത്തെ രീതിക്കല്ല അല്ലേ, പീരിയോഡിക് അല്ല. സോ നമുക്ക് എന്തറിയാൻ പറ്റും, ഇത് നോൺ പീരിയോഡിക്, എന്താണ് നോൺ പീരിയോഡിക് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിച്ച് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ചെയ്തിട്ടും കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കോമൺ സെൻസിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഈസി ആയിട്ട് ചെറിയ മാർക്കിനാ ചോദിക്കുന്നെങ്കിൽ ഇങ്ങനെയും പറയാം. ഓക്കെ, ഇനി ലോഗിൻ്റെ കാര്യത്തിൽ എന്താ വരുന്നത്, ലോഗ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ആണെങ്കിൽ ലോഗിൻ്റെ കാര്യത്തിൽ എന്താ ഇൻക്രീസിങ് ആണ് നടക്കുന്നത് അല്ലേ, അതായത് ഇൻക്രീസിങ് ആണ് നടക്കുന്നത്. അതായത് ഇതും അത് തന്നെ, ഒരു പീരിയോഡിക് ഇതിലല്ല, എന്താണ് എല്ലാം ഒരു ഇൻക്രീസിങ്, അതിൽ ഇന്ന പീരീഡിൽ ഇൻക്രീസ് ഒന്നുമില്ല, അതായത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള രീതിക്കാണ്. സോ അതും എന്തല്ല, അതും പീരിയോഡിക് അല്ല, അതും എന്താണ് നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഒരു മോഷനായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ നമ്മൾ എന്ത് പറഞ്ഞു, ഏതാണ് പീരിയോഡിക് എന്ന് പറഞ്ഞു, ഏതാണ് നോൺ പീരിയോഡിക് എന്ന് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു അല്ലേ. സോ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഓസിലേഷൻ്റെ കാര്യത്തിൽ ഓസിലേഷൻ എന്താണെന്ന് പറഞ്ഞു, ഓസിലേഷനും വൈബ്രേഷനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഓക്കെ, റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞു, കുറച്ചാണെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞ, പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നു. പീരീഡ് സെക്കൻഡ് ആണെങ്കിൽ യൂണിറ്റ് ഫ്രീക്വൻസിന് എന്തായിരിക്കും, സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. പിന്നീട് അത് ഹേർട്സ് എന്ന് കണ്ടുപിടിച്ചു. ഇതിൻ്റെ തമ്മിലുള്ള ഇക്വേഷൻ പറഞ്ഞു തന്നു, T = 1/ν അല്ലെങ്കിൽ ν = 1/t എന്ന ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നീട് എന്ത് പറഞ്ഞു തന്നു, ഇതിനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാന്ന് പറഞ്ഞു. അതിനുശേഷം എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ട് ഫംഗ്ഷനും സൂപ്പർ ഇമ്പോസ് ചെയ്ത് എഴുതാമെന്ന് പറഞ്ഞു, ഇഫ് അത് ഒരേ ടൈം പീരീഡ് അല്ലെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു തന്നു. പിന്നീട് എന്താ പറഞ്ഞത്, ഇത് എന്താണ്, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T = 2π/ω ആണ് അല്ലേ, 2π/ω ആണ്. എങ്ങനെയാണ് 2π/ω വരുന്നതെന്നും ഞാൻ പറഞ്ഞു അല്ലേ. 2π, അതായത് 2π എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷനെ മാറ്റി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, T = 2π/ω എന്ന് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഓസിലേഷന് നമ്മൾ എന്താണ് ഓസിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾക്ക് കണ്ടുമുട്ടാം, എന്നിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റി പറയാം. ഓക്കെ, താങ്ക് യു, ബൈ.